എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് പുറത്ത് ഈ PR ആയിരിക്കും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ആര്യന്റെ ഒരു വിഷയമുണ്ട്, നല്ല ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല, പക്ഷെ അത് പുറത്ത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ചു മുന്നേ ഡാനിസത്തിന്റെ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ബിന്നിയുടെ PR-മായി റിലേറ്റ് ചെയ്തിട്ട് അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ കുറച്ചധികം കാര്യങ്ങൾ അവന്റെ ചാനലിൽ അവൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ലൈവായിട്ട് അവനെ ഒന്ന് കോൾ ചെയ്തിട്ട് ഇതെന്താണ് സംഭവം, ഏതാണ് സംഭവം, ഡീറ്റെയിൽ ആയിട്ട് അവനോട് തന്നെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. കോൾ എടുക്കുമായിരിക്കും. ഇവൻ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനപ്പോ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അവൻ എടുക്കുമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നോക്കാം. Your V mobile phone is currently active. However, to extend your outgoing at the earliest to avoid disconnection of your service. പ്രിയപ്പെട്ട കസ്റ്റമർ, താങ്കളുടെ വി മൊബൈൽ നമ്പർ നിലവിൽ സജീവമാണ്. തടസ്സമില്ലാത്ത സേവനം ആസ്വദിക്കുവാനായി ദയവായി താങ്കളുടെ ബിൽ ഉടൻ തന്നെ പേ ചെയ്യൂ. ഹലോ ഹലോ, ഡാനി സത്യനല്ലേ? യൂട്യൂബർ ഡാനി സത്യനല്ലേ? അതെ അതെ അതെ. എടേ, എന്തോ പരിപാടി? അന്നത്തെ ശേഷം കാണാനില്ല. അന്ന് നമുക്കെതിരെ വീഡിയോ ഒക്കെ അടിച്ചിട്ട് പിന്നെ നമ്മള് മുങ്ങിയതാണല്ലോ, കാണാനില്ല. എവിടെയാണ്? ഞാനിവിടെ നിങ്ങളൊക്കെയല്ലേ ഫേമസ്. ദുബായിൽ ചെന്നാലും ചേർത്തിട്ട് നിന്റെ പേര് പറയാനല്ലേ. ഓ, മോനു സത്യന്റെ അത്രയൊന്നും ഫേമസ് അല്ലടേ നമ്മള്. താങ്കൾ എവിടെയാണ്? ഞാൻ ദുബായിലായിരുന്നു. ആണല്ലേ? അവിടെ എന്തായിരുന്നു? ഷെയ്ക്കിലായിരുന്നാ? താങ്കളെ ഞാനിപ്പോ വിളിച്ചതിന്റെ മെയിൻ കാരണം താങ്കൾ ഒരു പ്രശസ്ത വ്ളോഗർ ആണല്ലോ, അതുകൊണ്ടാണ് വിളിച്ചത്. താങ്കൾ വളരെയധികം തിരക്കിലാണെന്ന് അറിയാം. എങ്കിലും താങ്കളെ ഞാൻ വിളിച്ചതിന്റെ റീസൺ, താങ്കൾ കുറച്ചു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ PR-മായി റിലേറ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ബിന്നിയുടെ PR 8 ലക്ഷം എന്നെങ്ങാണ്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വല്ല ഉള്ളതിനെ തള്ളാടേ. ബിന്നിക്ക് 8 ലക്ഷം രൂപയാണ് PR മൊത്തം വർക്കിന്. ആഴ്ചയാണ് അവർ പേയ്മെന്റ് അവർക്ക് കൊടുക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബിന്നി ഒരു PR ഇല്ലാത്ത കണക്കിനല്ലേ ബിഗ് ബോസിന്റെ അകത്തിരുന്ന് അനുമോളടുത്ത് സംസാരിക്കുന്നത്? അനുമോള് PR കൊടുത്തിട്ടുണ്ട്, അവള് PR കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലല്ലേ സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെ അവള് PR, അവള് കള്ളിയാണ്, കള്ളം പറയാനാണ്? അവള് ഇപ്പൊ ബിന്നി PR കൊടുത്തിട്ടുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ കറക്റ്റ് വിവരം അന്വേഷിച്ച് അറിഞ്ഞ് നീ അറിഞ്ഞ സോഴ്സ് ജെനുവിനാണോ? അതെങ്ങനെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും? തെളിവല്ലോ ഉണ്ടോ എന്തെങ്കിലും? അറിയില്ല, എന്റെ തെളിവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാനത് നിനക്ക് അയച്ചു തരാം. അത് ബാക്കിയുള്ളവരെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, അതിനെയൊക്കെ ഇട്ടുന്നാ പോരെ. നീ നമുക്കിട്ടുണ്ടാക്കാടാ മച്ചമ്പി. അല്ല, ഞാൻ പറഞ്ഞതാ. അവിടെ സംഭവം ജെനുവിനായിട്ടുള്ള കാര്യമാണ്. ഈ അനുമോളുടെ PR നോക്കുന്ന ആളാണോ? അങ്ങനെ 8 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന പൈസ. എല്ലാ ആഴ്ചയിലും പൈസ അവർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല PR വർക്ക് എന്ന് പറഞ്ഞാലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഇവിടെ കണ്ടിട്ട് എനിക്ക് പറ്റിയ PR വർക്കും കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനുമോടെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് ഈ ലൈവിൽ പല കാര്യങ്ങളും എപ്പിസോഡിൽ കാണിക്കാത്ത പല കാര്യങ്ങളും അവരുടെ PR എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പം ഞാനിപ്പോ കുറച്ചു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, PR ചെയ്യുന്നത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ നിനക്ക് തെറ്റായിട്ടായിരിക്കും തോന്നുന്നത്. നിന്റെ അഭിപ്രായം എന്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. PR വേണം. PR എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറ്റും. അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരുത്തന ഇപ്പൊ ബിഗ് ബോസിലോട്ട് കയറിപ്പോയി. ഓക്കെ, നിന്റെ ചപ്പും ചവറും എല്ലാം എടുത്ത് അവരിടുന്നത്. നല്ല കാര്യങ്ങൾ ആരും പുറത്തിടത്തില്ല. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് പുറത്ത് ഈ PR ആയിരിക്കും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ആര്യന്റെ ഒരു വിഷയമുണ്ട്, നല്ല ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല, പക്ഷെ അത് പുറത്ത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അത് PR ഇപ്പൊ അങ്ങനെ പണിയെടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് PR വലിയ അപരാധം പോലത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അനുമോളുടെ PR ആണെന്ന് എന്റെ കമന്റ് ബോക്സ് മൊത്തം നിരക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് TV ഷോയാ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജാഫറിനെ കണ്ടില്ലേ? കൊല്ലാക്കൊല ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആണോ അല്ലയോ? അത് കയ്യിലിരിപ്പ്. നീ പോടാ, ന്യായീകരിക്കാതെ എനിക്ക് പോടാ. സോറി, അനുമോളെ പോലെ ഒരാളിപ്പോ ബിഗ് ബോസ് വീട്ടിൽ പോവാണെങ്കിൽ പരമാവധി ഒരു ഊറ്റിപ്പിഴിയാനേ അവര് നോക്കത്തുള്ളൂ. ആളിന് എന്തൊക്കെ നെഗറ്റീവ് കണ്ടോ അതെല്ലാം എടുത്തിടാനേ നോക്കത്തുള്ളൂ. അല്ല, നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? അവിടെ TV ഷോക്കാർ നമ്മളെ പരമാവധി നെഗറ്റീവ് ആക്കാൻ നോക്കും.
പക്ഷെ ഈ പുറത്തുള്ള PR-ഉം അവരോരോ കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ട് പരമാവധി നമ്മളെ ബൂസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ഷോയിലൊക്കെ പോകുമ്പോൾ PR വേണോ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞുതരാം. PR വേണമെന്ന് തന്നെ ഞാനും പറയുന്നത്. എടി ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ പൈസ ഉള്ളവൻ കാറ് വാങ്ങും, ബസ് വാങ്ങും, അല്ലാത്തവൻ ഇങ്ങനെ ഇരുന്ന് മൂഞ്ച്, അതത്രേ ഉള്ളൂ. PR ചെയ്യുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നീ ബിന്നിയുടെ കേസ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട്, ഇതെന്താടാ ഇങ്ങനെ? അപ്പൊ ബിന്നിയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് തോന്നും ബിന്നിക്ക് PR ഇല്ല, ബിന്നി എന്തോ വലിയ സാവിത്രി ആണെന്ന് നമുക്ക് തോന്നും. അവൾ അനുമോളടുത്ത് സംസാരിക്കുന്ന അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. പക്ഷെ നീ ഫോൺ എടുക്കുമെന്ന് നീ രാവിലെ എന്നെ വിളിച്ചിരുന്നല്ലോ, ഞാൻ എടുത്തില്ല, ഞാൻ പുറത്തായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഞാൻ പിന്നെ നിന്റെ ഇപ്പോഴും വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് നിന്നെ വിളിക്കണമെന്ന് തോന്നിയത്. പിന്നെ എനിക്ക് PR-നോട് അത്ര എന്താ പറയണ്ടേ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം PR വേണം. ഷോയാണ്, കാരണം നല്ല രീതിയിൽ നെഗറ്റീവ് പുറത്തു വിടൂടാ ഈ ഷോക്കാര് തന്നെ. എവിടെ PR അടക്കണ്ട. പിന്നെ ബിന്നി എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതിയായിരുന്നു. ബിന്നി വലിയ നന്മമരം പോലെ ഇരുന്ന് സംസാരിക്കുന്നു. അവളെ വർജിലായിട്ട് അവളെന്തോ വലിയ കോടതി പോലെയാണ് ഇരുന്നത് അനുമോളെടുത്ത് സംസാരിക്കുന്ന സമയത്ത്. ഇപ്പം കുറെ പേര് അനുമോളെ കുറ്റം പറയുന്നുണ്ട് PR-ന്റെ കേസിൽ. ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, പൈസ ഉള്ളവർ PR. പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, PR വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റന്റിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന പരിപാടി ചെയ്യാതിരിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് PR എന്ത് തേങ്ങ വെച്ചിട്ട്. എനിക്ക് PR ഇല്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളു, നെവിൻ മാത്രമേ ഉള്ളൂ PR ഇല്ലാത്തത്. ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. സാബുമാനും അത്ര ഇല്ല എന്നുള്ള രീതിയിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള, ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. അനുമോക്ക് പിന്നെ അനുമോള് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ, പുള്ളിക്ക് പുറത്ത് അത്യാവശ്യം ഇമേജ് ഉള്ള ഒരാളാണ്. ആ പുള്ളിയുടെ ഇമേജും കാര്യങ്ങളും പോകരുത്. അവർക്ക് പണ്ടും PR ഉണ്ട്. ഈ ഷോയ്ക്ക് വരുന്നതിന് മുമ്പാണെങ്കിൽ പോലും അവർക്ക് PR ഉണ്ടായിരുന്നു. അളെ അതുപോലെ വേറൊരു കേസ്, ഇത് ലൈവ് റെക്കോർഡിംഗ് ആണ്, കുഴപ്പമില്ലല്ല, ഞാൻ വിടും വീഡിയോ. അത് കൂടി ചേർത്ത് വെച്ചിട്ട് നിനക്ക് മെസ്സേജ് അയച്ചിരുന്നേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നു. കണ്ടല്ലോ മെസ്സേജ്? കണ്ടില്ലേ? കുഴപ്പമില്ല, എനിക്ക് കാണണ്ട. അടിപൊളി. അല്ല ഞാൻ അങ്ങനെ കാര്യങ്ങൾ ഉറപ്പാ. ഞാൻ തന്നെ നിനക്ക് അയച്ചു തരാം. അത് നീ ആ വോയിസ് കേട്ടിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മാത്രം മതി. ഞാൻ എന്റെ വീഡിയോ കൂടെ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നെക്ക് ഉണ്ടാക്കത്തില്ല. അത് എന്നെക്കാളും നല്ല രീതിയിൽ നിനക്കറിയാമല്ലോ. പക്ഷെ നീ മറ്റേ അന്നത്തെ കേസിൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല അളിയാ. നീ വെറും വിടൽ തന്നെ വേണം കാണിച്ചു. നീ വാഴയാണെന്ന് നീ തെളിയിച്ചു അന്നത്തെ കേസിൽ, മറ്റേ ജീവന്റെ കേസിൽ. ഉള്ള കാര്യം അമ്പും തുമ്പും വില്ലും ഇല്ലാതിരുന്നു, വല്ലതും കണാന്ന് പറഞ്ഞു വെട്ടിയ അതെങ്ങനെ വിശ്വസിക്കൂടെ? ഇങ്ങനെ ഭയങ്കര ഫോൺ എടുക്കണ ആള്. പിന്നെ ആണ്ടിലാവണിക്കും ആണ് ഫോൺ എടുക്കണത്. മാമനെന്ത് പറ്റി? വേറെ എടാ, പിന്നെ എനിക്ക് നിന്റെ പല വീഡിയോസിലും തോന്നിയിട്ടുള്ള ഒരു കേസാണ്, നീ അനുമോളം മനഃപൂർവ്വം താഴ്ത്തി കെട്ടാനായിട്ട്, മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പല പ്രേക്ഷകർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, നിന്റെ കമന്റ് ബോക്സിലും കണ്ടിട്ടുണ്ട്. നിന്നെ ഞാനൊന്ന് വലിച്ചു കയറിയ സമയത്ത് ഒരുപാട് ആൾക്കാർ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണ് റീസൺ? നീ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ, എന്നിട്ട് നീ ചോദിച്ചേ. നീ എപ്പോ നോക്കിയാലും അനുമോൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിസൈലിന്റെ കേസായിട്ട് നില്ല്. ഞാൻ എപ്പോഴും അനുമോളൊന്നുമില്ല. ഞാൻ തെറ്റുകണ്ട തെറ്റെന്ന് പറയും. 2 ദിവസം മുന്നേ കേക്കിന്റെ കേസിൽ ഞാൻ തെറ്റെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് ഒരുത്തനായിട്ട് സംസാരിക്കണം. എനക്ക് നാന്താ PR, എനക്ക് നാന്താ കോടതി, ഇങ്ക നാന്താ കിങ്. പണവും പെണ്ണും ഞാൻ തേടി പോല, എന്നെ തേടി വരണമെന്ന് പറയുന്നത് പോലെയാണ്. എന്നെ വിളിക്കണം, എന്നെ തേടി വന്ന് വിളിക്കണം, അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയി വിളിക്കൂല. അത് നീ തച്ചു വെച്ചോ, നീയും ഉണ്ടല്ലോ, അതാണ് എനിക്കൊരു സമാധാനം. മോന് സദ്യ. പിന്നെ എന്തോ പറയാമെന്നേ, ഒന്നുമില്ല. ശരിയാ, എന്തെങ്കിലുമൊക്കെ പറ. നീ അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. നീ എന്തിനാണ് അനുമോള എന്നും ഡീഗ്രേഡ് ചെയ്യുന്നത്? അനുമോള നീ എന്തിനാണ് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നത്? എടാ, നിനക്ക് കേൾക്കുന്നില്ലേ? അനുമോള നീ എന്തിനാണ് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നത്? ഞാൻ ഉള്ള കാര്യം എടുത്തു പറഞ്ഞത്. ഇവരിപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പൊ പറയുന്നത് ഒരു സ്റ്റാൻഡില്ല. ഞാൻ ഇന്നത്തെ ലൈവിനകത്ത് അനുമോള് പറഞ്ഞു, ആദിലോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് 1 രൂപ പോലും ഞാൻ ഒരു മനുഷ്യർക്ക് കൊടുക്കത്തില്ല, ഞാൻ എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്.
ഞാൻ അപ്പൊ PR കൊടുത്തില്ലെന്നുള്ള രീതി ആദിലോട് പറഞ്ഞ് 5ാമത്തെ മിനിറ്റ് ഷാനവാസ് വന്ന് മുന്നേ നിന്നപ്പോ എനിക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതി സംസാരം. അല്ല, അവള് കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചല്ലോ, പിന്നെ എന്താ? അതിപ്പോ ആദിലൊരെടുത്ത് അങ്ങനെ പറയണമെന്ന് തോന്നിക്കാണൂല. മേ ബി ആദിലൊരെടുത്ത് എനിക്ക് PR ഉണ്ടെന്ന് പറയാൻ തോന്നിക്കാണൂല. അത് ഷാനവാസിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞല്ലോ. അത് ഓരോരുത്തരുടെ രീതിയല്ലേ, ഒരു വ്യക്തിയുടെ അടുത്ത് ചിലപ്പോൾ പറയുന്ന രീതി ആയിരിക്കില്ല. അപ്പൊ അതിലെടുത്ത് തുറന്നു പറയാൻ തോന്നിക്കാണൂല ആയിരിക്കും മേ ബി. എടേ, ഇപ്പം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡേ സി നിർത്തണ ഡാനി, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അനുമോള് ആദിലൊരെടുത്തും ഷാനവാസിന്റെ അടുത്തും ഒരേ സാധനം പറയണം അല്ലേ, കൊടുത്തിട്ടില്ല എന്ന്. എന്നാൽ ആദിലൊരെടുത്ത് കൊടുത്തിട്ടില്ലെന്ന് ഷാനവാസിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? എന്തോ ആദിലൊരെടുത്ത് പറയാൻ മടിക്കുന്നു, അങ്ങനെ ആയിരിക്കൂടെ എന്ന് ചിന്തിച്ചൂടെ? ഷാനവാസിനോട് പറഞ്ഞത് PR കൊടുത്തെന്ന്. ഓ, അങ്ങനെ പറഞ്ഞില്ലേ? ലൈവൊക്കെ ഞാൻ കാണുന്നുണ്ട്, അത് വിട്, നീ ലൈവിന്റെ കേസ് വിട്. അല്ല, അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, PR കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അല്ലാണ്ട് കൊടുത്തിട്ടില്ലെന്നും കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ തപ്പിക്കളിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഇല്ല, ഞാൻ കേട്ടില്ല. അത് ഞാൻ പിന്നെ കേൾക്കാം. ഞാൻ ഇപ്പൊ ലൈവ് റെക്കോർഡിങ്ങിലാടാ. അതെ, നിന്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ എന്റെ വീട്ടിലെ പട്ടിയെ പോയി കുളിപ്പിക്കട്ടെ. എടാ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തല്ലേ? എന്റെ ചോദ്യത്തിന്റെ മുന്നിൽ മുട്ടി നിൽക്കാൻ ഡാനി സത്യനാവില്ല. എടാ, നിനക്ക് ഉത്തരവില്ലെങ്കിൽ നീ അത് പറ. നീ എന്നെ മെക്കിട്ടിടിച്ച് കയറാറ്. അന്ന് ഇതേ വിഷയത്തിലാണ് നമ്മൾ രണ്ടുപേരും കൂടി പഞ്ഞി കിട്ടത്. വെറുതെ അനുമോളുടെയും കണ്ട ഷാനവാസിന്റെ അനീഷിന്റെയും ഗപ്രിയുടെയും പേരുകൾ നമ്മൾ തെറ്റാ നിക്കല് ഏതാ? അല്ല, ഞാൻ കാര്യം പറയാം. കാര്യമൊക്കെ ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാവരും കാര്യം സംസാരിക്കണം. ഇത് അനുമോളെ പാവട മുമ്പ് വിളിച്ചോണ്ടിരിക്കുവാണെങ്കിൽ എടാ, ഞാൻ എല്ലാ കാര്യവും സംസാരിക്കണം. എന്റെ എല്ലാ വീഡിയോയും പോയി നോക്കണം. അല്ലാതെ ഞാൻ അനുമോളെ പറ്റി ഇടുന്ന വീഡിയോ മാത്രം നോക്കിയിട്ട് നീ വന്നിട്ട് ഗുണയടിക്കല്ലേ? ഞാൻ നിന്റെ എല്ലാ വീഡിയോയും കാണുന്ന നിർത്തണ. പിന്നെ കഴിഞ്ഞ വട്ടം മാത്രം ഒന്നും അവളെ നെഗറ്റീവ് പറഞ്ഞായിരുന്നില്ല, കേക്ക് കേട്ടിട്ട് മാത്രം. അതിന് സത്യം പറയാലോ, നിന്നെ കണ്ടായിരുന്നെങ്കിൽ തൊഴണമെന്നുണ്ടായിരുന്നു. എടാ, ഞാൻ അതാണ്, ഞാനൊരു ജെന്യൂനിറ്റി ഉള്ളതാണ്. അല്ല, നിന്നെ പോലെ ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്നവനല്ല. എനിക്ക് ശരിയെന്ന് തോന്നിയ ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നിയ തെറ്റെന്ന് പറയും. അല്ലാണ്ട് അനുമോൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന നിന്നെ പോലത്തെ ഒരു വൃത്തികെട്ടവനല്ല ഞാൻ. നീ കൂടുതൽ പറയടാ. അതെന്തേടേ? എടാ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് ശരിയല്ല. നിനക്ക് എന്താ പറയണ്ടേ? നീ പറ. നീ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദി. നീ എന്താ ചോദിച്ചേ? ഞാൻ നിന്നോട് പറഞ്ഞില്ല, ആദിലയുടെ കാര്യമല്ലേ സംസാരിച്ചേ. അടുത്ത് ഈ പറയുന്ന അനുമോള് അതായത് PR കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. സ്പോട്ടിൽ തന്നെ 2 മിനിറ്റ് ഷാനവാസ് വന്നപ്പോ കൊടുത്തു എന്നും പറയുന്നത് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത സംസാരമാണ്. അതൊക്കെ തുറന്നു കാണിക്കുക ചെയ്യുന്നത്. ആദിലെടുത്ത് ഞാൻ പറഞ്ഞില്ലേടാ, നീ അതെന്ത് പറയും? ആദിലെടുത്ത് പറയണ്ടെന്ന് തോന്നിക്കാണും. കണ്ടെന്നൊക്കെ പറഞ്ഞ വലിയ പേര് ഇട്ടില്ല. അതിനകത്ത് നീ വല്ല കണ്ടായിരുന്നു? എന്തെങ്കിലും തേങ്ങ കണ്ടായിരുന്നോ? നീ കണ്ടോ? ഞാൻ കണ്ട്, ഞാൻ കാണേണ്ടൊക്കെ കണ്ടു. നീ എന്ത് തേങ്ങ കണ്ടിട്ടാടാ? എടാ, നിനക്ക് റിവ്യൂ അറിയാം. എടാ, നിന്നെക്കാളും നല്ലത് 5 മൂണിലായിട്ടാണെന്ന് തോന്നുന്നതാ. അവന്റെ കാര്യത്തിൽ ഇപ്പൊ അവന് മെയിൽ വന്നിട്ടുണ്ട്. അവനിപ്പോ ഉടനെ ഏറില്ല. കാരണം ഈ ഉള്ള എക്സ്ക്ലൂസീവും കാര്യങ്ങളും ഒക്കെ ഷോ കാണാതിരിക്കുന്നവരെ മണ്ടന്മാരാണോ? ഇന്ന് കാണേണ്ട കാര്യങ്ങൾ 2 ദിവസം മുമ്പ് അവന്റെ ചാനലിൽ പറയുകയും ചെയ്യും. നീ ആലോചിച്ച് നോക്കിയേ, അവന്മാർ അപ്പൊ അവനെതിരെ കണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി അവര് പോകാറുണ്ട കൂടാ. എടാ, അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ വരുമല്ലോ. ഞാനും പറഞ്ഞല്ലോ. എന്തുവാ? ഞാനും പറയൂല്ലോ അങ്ങനെയൊക്കെ. ഏതോ അതല്ലടാ ഈ ടാസ്ക്. എടാ, നാളെ മറ്റന്നാളോ നടക്കുന്ന മെയിൻ ടാസ്കിന്റെ ഒക്കെ അത് ഇപ്പഴേ പറയുമ്പോ ആൾക്കാർക്ക് ഒരു ഇത് തോന്നത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഓ, മനസ്സിലായി. അല്ല, അവൻ അല്ലെങ്കിൽ ഒരു വിടലാണ്. ഞാൻ മുന്നിലായിട്ട് അവനെ എനിക്ക് കാണുമ്പോഴേ ചൊരിഞ്ഞു. അവന്റെ മറ്റേടത്ത് സംസാരം, അവൻ ഗുണാധികാരം അടിച്ചോണ്ടെങ്കിൽ ഇരിക്കും ചുമ്മാ കയറി. നിന്റെ ചങ്കല്ലേ അവനെയൊക്കെ വെച്ച് നീ എന്നെ കമ്പയർ ചെയ്യുമ്പോ നിന്നെയൊക്കെ അവനെ വെച്ചല്ലേ കമ്പയർ ചെയ്യണ്ടോ? എടാ, നീയും ആ വിടലേം കമ്പനിയാണെന്ന് എനിക്കറിയാം. നിങ്ങളെ ചങ്കല്ലേ ജഗജഗ. അതെ അതെ അതെ, പിന്നെ നീ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യും. ബിന്നിയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യും. അല്ല, ബിന്നിയുടെ കേസിൽ എടാ, ബിന്നി അങ്ങനെ 8 ലക്ഷം രൂപ കൊടുത്തിട്ട് അവള് PR ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അനുമോളെടുത്തൊന്നും സംസാരിക്കേണ്ട ഒരു യോഗ്യതയും ഇല്ല. ആ ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് അവളെ കാണുമ്പോൾ ചൊറിഞ്ഞു വരും. അന്നത്തെ ഷാനവാസിന്റെ ജയിലിലെ കേസ് കണ്ടപ്പോ തന്നെ അമ്മിക്കല്ല് എടുത്ത് ഇടിക്കാനാണ് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് സീസണില് ഡാനി നീ പോണം. നെക്സ്റ്റ് സീസണില്
നെക്സ്റ്റ് സീസണിൽ ഡാനി സത്യൻ അതിന്റെ അകത്തുണ്ടാവണം. പുറത്തിരുന്ന് ഡാനി സത്യനെ കുറിച്ച് റിവ്യൂ ഞാൻ ചെയ്യും. അതിൽ വ്ളോഗ്സ്. അനിയോ ഞാൻ ബിഗ് ബോസിനകത്ത് നീ എടാ ഞാൻ അതിനകത്ത് തിരിച്ചിറങ്ങുമ്പോ നീ എന്റെ ഫോൺ ഫുൾ ചാർജ് ആയിരിക്കും. അന്ന് നിന്റെ അടപ്പടലും ഞാൻ ഞാൻ വീഴുവേണ്ട നിனைத்தாലും എന്നെ അതെ അതെ അയ്യോ അയ്യോ. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എനിക്ക് നീ ഒന്ന് ഫ്രഷ് ആണ്. എനിക്ക് ജിമ്മിൽ പോകണം. രാവിലെ പോകാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അടേ അപ്പോഴേ വേറെ നീ എന്തെങ്കിലും പറയണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. ഞാനിത് ലൈവ് റെക്കോർഡിംഗ് ആണ്. ഫുള്ള് ഞാൻ അങ്ങനെ കട്ടിങ് ഒന്നും ഇല്ലാതെ എനിക്ക് ഇടുന്നത്. എന്തെങ്കിലും പറയണ്ട. ജിസേലിന്റെ അൺഫെയർ എവിക്ഷൻ ആണ്. അതിനേക്കാളും നേരത്തെ ആദില പോണമായിരുന്നു. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആദിലിപ്പോഴേ പോകത്തില്ല. അവർക്ക് LGBT സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇപ്പം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ലക്ഷ്മിയുടെ PR ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ടീം തന്നെയാണ്. മെയിൻ ടീമാണ് എടുത്തത്. പിന്നെ ലക്ഷ്മിയുടെ അവര് ലക്ഷ്മി അവിടെ നിൽക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെ. ലക്ഷ്മിക്ക് അത്യാവശ്യം ഇവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിക്ക് ഇവരുടെ അടുത്ത ആൾക്കാരാ. അതുപോലെ ഇവർക്കൊക്കെ സാലറി എങ്ങനെയാടേ? അനുമോക്കും ഷാനവാസിനും രേണു സുധിക്കും ഒക്കെ. രേണു സുധിക്കും എല്ലാം കിട്ടിയ രേണുവിന് 3000 മാസോ? ദിവസമല്ലേ? ദിവസം 3000 രൂപ. നന്നായി. കാരണം എന്ന് വെച്ചാൽ അവര് പുറത്ത് പോയുണ്ട്. അവർക്ക് ഗൾഫിലും അവിടെ ഇവിടെ ഒക്കെ പോയവർക്ക് നല്ല എമൗണ്ട് കിട്ടും. ഇത് ഒരു ദിവസം ഇതിനകത്ത് 3000 രൂപ വെച്ച് നോക്കുവാണെങ്കിൽ രേണുവിന് നഷ്ടമേ വരത്തുള്ളൂ. നഷ്ടം. 3000 രൂപ ആണെങ്കിൽ ഒരു മാസം 90,000 രൂപ കിട്ടുന്നുണ്ട്. പിന്നെ ഗൂഗിൾ പേ ബാലൻസ് ഒക്കെ എടുത്ത് കാണിക്കൂടെ? ഇനിയിപ്പോ അതൊന്നും കാണാൻ വയ്യ. അത് വിട്. അതിനെ വിട്ട് സപ്പോർട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും. അത്യാവശ്യം ടോപ്പ് അനുമോളാണ്. അനുമോക്ക് എത്ര? 50,000 40,000 എന്തോ അല്ലേ? 50 അല്ലേ? ഷാനവാസിന് 50 എന്തോ അല്ലേ? 40. 50 ആണെങ്കിൽ 50 ദിവസം നിന്ന് കഴിഞ്ഞാൽ തന്നെ 10-25 ലക്ഷം രൂപ. കാര്യം പറയട്ടെ, ഇവർക്കിപ്പോ PR കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് കപ്പ് കിട്ടിയാൽ അത് മുതലാണ്. ഇത് മുതല. പിന്നെ നല്ലൊരു പേരായിട്ട് തിരിച്ചു വരാം. കേട്ടില്ല എന്തോ പറ? നല്ലൊരു പേരായിട്ട് വരാനോ ബിഗ് ബോസിലൊക്കെ പോയിട്ട്. അത് ശരിയാ. ഒന്നും പറയാനും പറ്റില്ല. അനുമോക്ക് ഒറ്റ കാര്യമുള്ളൂ. അനുമോടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോവാ, നല്ല പേരോടെ തന്നെ തിരിച്ചു വരണം. കപ്പല്ല അവർക്ക് മുഖ്യം. PR-നെ മെയിനായിട്ട്. അതിനിപ്പോ കുഴപ്പമെന്തോ? അവള് നല്ല പേരോടെ തിരിച്ചു വിട്ട്. നിന്നെ പോലത്തെ ചാവാലികളാണ് അവളെ ഡിഗ്രേഡ് ചെയ്യുന്നത് വെളിയിലിരുന്നു കൊണ്ട്. അത് നിന്നെ പോലുള്ളവര് ആവശ്യമില്ലാത്ത അവളെ തെറ്റിലേക്കുമ്പോൾ ശരിയാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറ്റം പറയും. തെറ്റിനെ ശരിയാക്കണം. എടാ തെറ്റുണ്ട ഞാൻ തെറ്റെന്ന് പറയും. നിനക്കൊക്കെ ഒരു എത്തിക്സ് ഇല്ലാതെ നീയൊക്കെ സംസാരിക്കുമ്പോഴാണ് നിന്നെ കെടുത്തിട്ട് അലക്കേണ്ട ഒരു ഗതികേട്ടിലോട്ട് പോകുന്നത്. ആ പാട കേക്കിന്റെ കാര്യത്തിലല്ലേ സത്യം പറഞ്ഞാൽ നീ ഇത്ര നമുക്ക് സപ്പോർട്ട് ചെയ്തത്. അത് നീ ഞാനൊന്നും പറയുന്നില്ല. കേക്കിന്റെ കേസിൽ ആഹാരത്തിന്റെ കേസിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല, സപ്പോർട്ട് ചെയ്തില്ല. ബാക്കി എനിക്ക് കേസിൽ അവള് ജെന്യൂനായിട്ട് തോന്നിയോണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. കുത്തിത്തിരിപ്പോ പിന്നീന്ന് കുത്തൊന്നുമില്ല, അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലായ? അല്ലാണ്ട് നിന്നെ പോലെ വായി തോന്നിയ കോതയ്ക്ക് പാട്ടൊന്നും ഞാൻ വിളിച്ചു പറയില്ല. നീ ഇപ്പൊ വീഡിയോ ചെയ്യുന്നതിന് നിന്റെ ചുറ്റും ഏതൊക്കെ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, ഏതൊക്കെ സ്നാക്സ് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എന്തോന്ന് എന്തോ കേട്ടില്ല? ചോക്ലേറ്റ് സ്നാക്സോ? അനുമോളെ എന്തിനാ നെഗറ്റീവ് പറഞ്ഞെന്നറിയാം. ഫുഡിന്റെ കാര്യം ഒന്നുകൊണ്ടല്ലേ. കാരണം നിന്റെ ചുറ്റിന് ഇപ്പോഴും കേക്കും എല്ലാ ഇതും ഉണ്ട്. നീ അതൊക്കെ തിന്നോണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാം. എടാ ഫുഡിന്റെ കേസിൽ നമുക്ക് നോ കോംപ്രമൈസ് കേട്ടോ. ഫുഡിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും തെറ്റു പറയും. എനിക്കിഷ്ടമല്ല. ഞാൻ അനുമോളെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേറെ ഒരു കേസിൽ എനിക്ക് അനുമോളുടെ കേസ് തെറ്റായിട്ട് തോന്നില്ല. പുതപ്പിന്റെ കേസ് എടുക്കാം. അവള് കണ്ട സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് എല്ലാം നിന്നെ പോലെയുള്ള നാറികള് പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞും കൊണ്ട് കണ്ട അപരാധങ്ങളെ ആഭാസങ്ങളെയും പൊക്കി അടിച്ച് പുകഴ്ത്തി അങ്ങ് വാഴ്ത്തി കെട്ടുന്ന കണ്ട് എനിക്ക് പറ്റൂല. അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ. നാട്ടുകാരും കണ്ടില്ല. ആ മേളിയിരിക്കുന്ന ക്യാമറ പോലും അത് സൈഡ് വേയിലാണ് വരുന്നത്. ഞാൻ പറയട്ടെടാ, ഒരു ലിപ് ലോക്ക് സീൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവർ പുറത്തു വിട്ടാലേ. ഇന്നലത്തെ എപ്പിസോഡ് ഈ പറയുന്ന ആദില 100 ഉമ്മ വെക്കുന്ന ഈ ആദിലക്ക് ഈ അനുമോള് ലിപ് ലോക്ക് ചെയ്യുന്നത് അതൊന്നും നീ കണ്ടില്ലേ? കണ്ടല്ലോ. അതൊക്കെ അവർക്ക് പുറത്തു വിടാമെങ്കിൽ പിന്നെ എന്താ? പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴും ഇപ്പൊ അങ്ങനെ കൂടെ ഈ പറയുന്ന ഒരാള് മറ്റേ പുറത്താവാൻ പോകുന്ന എവിക്ഷന്റെ സങ്കടത്തിൽ ഒരു ഉമ്മ കൊടുക്കുന്നതും മറ്റേ കാമക്കടിയോടെ പുതപ്പിന്റെ അടിയിൽ നിന്ന് കുളിസുഖം കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഡാനി. അവര് തമ്മിൽ കുളിസുഖം കാണിച്ച നീ കണ്ട? ആരും കണ്ടിട്ടില്ല. ആ പുതപ്പിന്റെ ഓരോ മൊമെന്റും വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചെക്ക് മൈ ചാനൽ. നീ ഞാൻ ഈ പറഞ്ഞ അനുമോളുടെ PR നമ്പർ നീ വിളിച്ച് അവനോട് ചോദിക്കും. അവനെ ഒന്നും വിളിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആരുടെയും PR ഒന്നുമല്ല. എനിക്ക് ആരുടെയും PR എടുക്കണ്ട. ആരെയും ആയിട്ട് എനിക്ക് സംസാരിക്കണ്ട. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായ? എത്തിക്സ് ഉള്ളതാണ്. നിന്നെ പോലെ വല്ലവന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നും കൊണ്ട് വീഡിയോ മുക്കുന്ന ടീമല്ല ഞാൻ, കേട്ടാ? അവരെ വിളിച്ച്
പറഞ്ഞ് 2 കുടുംബക്കാരോടും കൂടെ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതൽ ആ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. നീ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞ സത്യം തന്നെയാണോ അത് ചുമ്മാ കള്ളം പറയുമോ? ലൈവ് റെക്കോർഡിംഗ് ആടാ. ഇനി ചെറിയ എഡിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളെ കീ ടേണിങ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫുൾ അപ്ലോഡ് ചെയ്യും. എപ്പിടി എന്തായാലും ശരിയടാ ഡാനി സത്യ, താങ്കൾ എന്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്കളെ പോലെ ഒരു പ്രശസ്ത യൂട്യൂബറൊക്കെ നമ്മളെ ചാനലിലൊക്കെ വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യമാണ്. എന്തെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും 2 വാക്ക്? അതുപോലെ കുറെ പേരൊക്കെ അന്ന് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ വീഡിയോ അടിച്ചപ്പം അവർ വിചാരിക്കുന്ന നമ്മൾ തമ്മിൽ അടി വെക്കുകയാണെന്ന്. ഒരിക്കലും നമ്മൾ തമ്മിൽ വണക്കമൊന്നുമില്ല. കണ്ടന്റ് ബേസിൽ അവൻ കുറച്ച് അഭിപ്രായം പറഞ്ഞ് എനിക്ക് എന്റെ ശരിയെന്ന് തോന്നിയ കാര്യങ്ങളും പറഞ്ഞു. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. നിനക്കറിയാമല്ലോ, നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഓടി വരുന്ന ആരായിരിക്കും? ആരായിട്ടാ? ആരാടാ? സത്യണ്ടാ വേറെ ആരടാ? അത്രേ ഉള്ളു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു സംഭവം. അടിച്ച മാമിനെ കൊണ്ട് വിഷം ഇറങ്ങിട്ട് കണ്ടല്ലോ. ആര്? എടാ പോടാ കൊച്ചേർക്ക പോയി തരത്തിന് കളിയടാ. നിനക്ക് പറ്റിയ തരം ഏതെന്നറിയാമോ? ഈ ബിന്നിയുടെ ഭർത്താവില്ലേ നൂബി, അവനാണ് നിനക്ക് പറ്റിയ തരം. പോയി അവന്റെ കൂടെ പറയാം. അയ്യോ അവനെ പോലെ ഒരു ഷൊട്ട വേറെ ഇല്ല. അത് വിട് പോട്ടെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. എന്തായാലും എന്താടാ അല്ലടാ, ഞാനിപ്പോ ആലോചിച്ചു ഇത് പുറത്തു വേണമെങ്കിൽ ഞാനും നീ ഏത് സ്റ്റേഷനിലാണോ പോട്ടെ. എന്തായാലും ഒരുമിച്ചല്ലേ പോ. നീയും പറഞ്ഞല്ലോ നിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. നീയാണ് ഡാനി സത്യനും സൈഡിൽ തന്നെ കൊടുക്കാം. ഒരുമിച്ച് പോവാ. ഓക്കെ എന്നാ ശരി. ശരിയടാ നടക്കട്ടെ. ഓക്കെ ശരി. അപ്പം ഗായ്സ് ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഉള്ളൂ. നമ്മൾ തമ്മിൽ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ പിന്നെയും ഈ പറയുന്ന പോലെ 8 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവക്ക് എത്ര യോഗ്യത ഉണ്ട് വന്നിരുന്നു ഉളുപ്പില്ലാതെ അയ്യോ എന്ന് പറഞ്ഞ അനുമോളടുത്ത് സംസാരിക്കാൻ നാണമില്ലാണ്ട്. അയ്യോ ഉളുപ്പില്ലാത്ത ടീമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉറപ്പെടുത്താകുന്നുണ്ട്. പുതിയ വീഡിയോ കാണാം. ബൈ.